ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഹൗണ്ട് എന്ന സീരീസിൻ്റെ സീസൺ 2 ആണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജാങ് ബെയ്ക്കിനോട് ജെറ്റ് 4 ദിവസത്തിനുള്ളിൽ വരും, തായ്ലാൻഡ്, വിയറ്റ്നാം എവിടെയെങ്കിലും പോവാം. അപ്പോഴാണ് യൂട്ടയുടെ അമ്മ അവനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് നീ എവിടെയാ മോളെ, ഒരു വണ്ടി ഇടിച്ചു, ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്, ഇവിടേക്ക് വേഗം വായൂ എന്ന് പറയും. യൂട്ടെ എനിക്ക് പോകണമെന്ന് പറയും. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലെത്തും. അവിടെ അവൻ്റെ അമ്മയും മകളും ഉണ്ടാവും. മകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെയുള്ള എല്ലാ ആൾക്കാരും യോങ്ങിൻ്റെ ആളുകളാണ്. എല്ലാവരും അവനെ വളയും. കുറച്ച് കഴിഞ്ഞ് മകൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കാണുമ്പോൾ അവനൊരു പന്തികേട് തോന്നും. കുട്ടിയെയും കൊണ്ട് പോകാൻ നേരം എല്ലാവരും അവനെ വളഞ്ഞിരുന്നു. യോങ് വന്ന് ഇവിടെ ഒരു പ്രശ്നം വേണ്ട, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ശേഷം ഹോങ്ങിൻ്റെ അടുത്തേക്ക് ഒരാൾ വരും. പ്രീമിയം എന്നാണ് പേര്, അതൊരു കോഡ് നെയിമാണ്. ശേഷം യൂട്ടയെ ഇൻ്ററോഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂൺ, നീ ബേക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിൻ്റെ ഫാമിലിക്ക് വേണ്ടിയല്ലേ? പിന്നെ നിൻ്റെ അമ്മ, അവർ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. പിന്നെ നിൻ്റെ മകൾ, ആ കുട്ടി സ്വന്തം അച്ഛനെ ഒന്ന് കാണാൻ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കണം. യോങ്, നമുക്ക് പരസ്പരം തമ്മിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്ക്. പെട്ടെന്ന് യൂട്ടെ ബേക്കിൽ നിന്ന് എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയും. ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ബേക്ക് എവിടെയാണ്? അവനിപ്പോൾ ഒരു യാച്ചിലാണ്. അന്ന് നിങ്ങളുടെ ഹോട്ടലിൽ റെയ്ഡ് നടത്തുന്ന വിവരം ആരാ അറിയിച്ച്? അത് ആ ഹോട്ടലിലുള്ള എംപ്ലോയി തന്നെയാണ്. അപ്പോൾ ഈ ഫൈറ്റ് നടത്തുന്ന ഇതിൻ്റെ ഓർഗനൈസർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ജാങ് ആണെന്ന് പറയും. അവനൊരു NIS ഏജൻ്റ് ആയിരിക്കും. ജീനയെ കൊല്ലാൻ ആളെ ഏൽപ്പിച്ചതും അവനാണെന്ന് പറയും. നിങ്ങൾ വാറണ്ട് പുറത്തിറക്കിയത് മുതൽ ഒരു പ്രൈവറ്റ് ജെറ്റ് വഴി തായ്ലാൻഡിലേക്ക് പോകാനാണ് അവൻ്റെ തീരുമാനം. ഇനി അടുത്ത പ്ലാൻ കിമ്മിൻ്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്ത് തായ്ലാൻഡിലേക്ക് കൊണ്ടുപോവുക എന്നാണ്. അപ്പോൾ എന്താ, പൈസയ്ക്ക് വേണ്ടിയാണോ? അപ്പോൾ ആദ്യം അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവനോടുള്ള പേഴ്സണൽ ദേഷ്യമാണ് കാരണം. കഴിഞ്ഞ മാച്ചിൽ ലൈവിലെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിമ്മിനായിരുന്നു. അതുകൊണ്ട് തന്നെ ബേക്കിന് ഒരു ജയിച്ച ഫീലില്ല. അതുകൊണ്ട് എല്ലാവരും കാണുന്ന പോലെ കിമ്മിനെ അവന് അതിലിട്ട് കൊല്ലണം. IKFCയിൽ പല രീതിക്ക് ഫൈറ്റ് ചെയ്യാം. ഒന്ന് മരിക്കാനായി ഫൈറ്റ് ചെയ്യാം, പിന്നെ ഒന്ന് സർവൈവ് ചെയ്യാനും. അമ്മയെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ക്ലാസ് ബ്ലഡ് ഹൗണ്ട്സിനെ റിക്രൂട്ട് ചെയ്യും. അവർ കോൺട്രാക്ട് കില്ലേഴ്സാണ്. ആ സമയത്താണ് ബേക്ക് അവനെ വിളിക്കുന്നത്. അവനോട് നീ പറയണം നിൻ്റെ മകൾക്ക് തലക്ക് ചെറിയൊരു പരിക്കുണ്ട്, CT സ്കാൻ എടുക്കാൻ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അതുപോലെ പറയും. അപ്പോൾ അത് തീർത്തിട്ട് വേഗം വരാൻ പറയും. അവിടുന്ന് യോങ്ങും യൂട്ടയും കൈ കൊടുത്ത് ഒരു ടീമാവുന്നു. ശേഷം ഹോസ്പിറ്റലിലുള്ള കിമ്മിൻ്റെ അടുത്തേക്ക് ഹോങ് വന്നിട്ടുണ്ടാവും. ഈ റൂം ഭയങ്കര ചെറുതാണല്ലോ, ഞാൻ വേറെ റൂം അറേഞ്ച് ചെയ്ത് തരട്ടെ? അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറയും. ഞാൻ യോങ്ങിനെ കാണാൻ ഇറങ്ങിയതായിരുന്നു, അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഏയ് നീ റെസ്റ്റ് എടുക്ക്, ഞാൻ വിളിക്കാമെന്ന് പറയും. ശേഷം പ്രീമിയത്തിനെ കാണിക്കുന്നു. അവൻ്റെ കൂടെയുള്ളവനോട് നിനക്ക് വല്ല കോഡ് നെയിം ഉണ്ടോ? ഇല്ല. അപ്പോൾ നിനക്ക് നല്ലൊരു സ്ട്രോങ് നെയിം വേണം, വെപ്പൺട്രി എന്നൊക്കെ പോലെ. എന്തേ, ആ പേര് കൊള്ളൂലേ? അല്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, ആരെങ്കിലും അങ്ങനത്തൊക്കെ പേര് ഇടുവോ? എന്ത് പേരാണതൊക്കെ? പവർഫുൾ, അതെങ്ങനെയുണ്ട്? അപ്പോൾ അതും നന്നായിട്ടുണ്ട്. ഹോങ് അവനെ വിളിച്ച് മീറ്റിംഗ് തുടങ്ങിയെന്ന് പറയും. ഫോൺ സ്പീക്കറിലായിരിക്കും. ശേഷം യോങ് ഹോങ്ങിനോട് കിമ്മിൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോകാനാണ് അവരുടെ പ്ലാൻ. അപ്പോൾ യൂട്ടേനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റുമെന്ന് പറയും. അവൻ്റെ അമ്മ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വുജിൻ്റെയും വൂജോങ്ങിൻ്റെയും കൂടെ ഹോട്ടലിൽ സേഫാണെന്ന് പറയും. കിമ്മിനെ അറിയോ അവരുടെ ഈ പ്ലാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബേക്കിനെ പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയും. എന്നെ സംബന്ധിച്ച് അതല്ല നല്ലത്, എനിക്കവർ മരിക്കണമെന്നാണ്. അതിനായി ഞാൻ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയും. അതാണ് പ്രീമിയം. അവനും ഒരു NIS ഫൈറ്ററാണ്. അപ്പോൾ അവരെയൊന്നും ഇതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിനക്കവരെ കൊല്ലാൻ പറ്റുമോ? നമ്മുടെ ജോലി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണല്ലോ, എന്നിട്ട് ജയിലിൽ അടക്കുക. ഹോങ്, എനിക്കവരെ ഒറ്റയ്ക്ക് കിട്ടണം, ഇത് ഞാൻ എൻ്റെ രീതിക്ക് നോക്കിക്കോളാം. അപ്പോൾ യോങ് അത് പറ്റുന്നുണ്ടാവില്ല. ശേഷം വുജിൻ കിമ്മിനോട് ബേക്കിനെ നേരിട്ട് തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ പഴയ കോച്ചിനെ കണ്ടെത്തണം. തൻ്റെ അച്ഛന് ആ കോച്ചിനെ അറിയാമെന്നും കിമ്മിനെ കൂടുതൽ ശക്തനാക്കാൻ ആ മനുഷ്യൻ്റെ സഹായം വേണമെന്നുമാണ് അവൻ പറയുന്നത്. കാരണം ബേക്ക് സാധാരണ ഫൈറ്ററല്ല. അവനെ ജയിക്കാൻ പ്രത്യേക ട്രെയിനിങ്ങും അവൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ മനസ്സിലാക്കലും ഒക്കെ അത്യാവശ്യമാണ്. ശേഷം യോങ്ങിൻ്റെ ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. വലിയൊരു ക്രിമിനൽ പ്ലാനാണ് ചർച്ച ചെയ്യുന്നത്. ബേക്ക് 4 ദിവസത്തിനുള്ളിൽ കൊറിയ വിട്ട് പ്രൈവറ്റ് ജെറ്റിൽ രക്ഷപ്പെടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് കിമ്മിൻ്റെ അമ്മയെ കിഡ്നാപ്പിംഗ് ചെയ്ത് തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം.
ഈ ഓപ്പറേഷൻ നടത്താൻ എസ് ക്ലാസ് ബ്ലഡ് ഹൗണ്ട് ഫൈറ്റേഴ്സിനെ ഉപയോഗിക്കാനാണ് അവൻ പറയുന്നത്. കൂടാതെ കാങ് ആണ് കിഡ്നാപ്പിംഗ് മിഷൻ ലീഡ് ചെയ്യുകയും ചെയ്യുന്നത്. ജാങ് യഥാർത്ഥത്തിൽ ഫോർമർ NIS ഏജന്റാണെന്നും പോലീസിലും പവർഫുൾ കണക്ഷൻസ് ഉണ്ടെന്നും പറയുന്നു. ഈ വിവരങ്ങൾ കിട്ടിയ ശേഷം യോങ്ങിൻ്റെയും ടീമിൻ്റെയും ലക്ഷ്യം ബെയ്ക്ക് എസ്കേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ട്രാപ്പ് ചെയ്യുക എന്നതാണ്. അതിനായി അവർ റിസ്കിയായ ഫൈനൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു. ശേഷം ബെയ്ക്കിനെ കാണിക്കുന്നു. യൂട്ടേനോട് കിമ്മിൻ്റെ അമ്മയെ നമ്മൾ നാളെ തന്നെ കിഡ്നാപ്പ് ചെയ്യും, നിന്റെ മകളോട് ബൈ പറഞ്ഞേക്ക്, കുറച്ച് ദിവസത്തിന് കാണലുണ്ടാവില്ല. അപ്പോൾ യൂട്ടെ യോങ്ങിൻ്റെ ആളാണെന്ന് ബെയ്ക്കിനെ അറിയുന്നുണ്ടാവില്ല. ശേഷം യോങ്ങിനെ കാണാൻ ഒരു ടീം വരും. വരുന്ന ടീം ബേസിക്കലി ബെയ്ക്കിൻ്റെ വളർന്നു വരുന്ന പവറിനെ കുറിച്ച് സംസാരിക്കാനാണ് എത്തുന്നത്. ബെയ്ക്ക് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ബിസിനസ്, വയലൻസ്, മണി നെറ്റ്വർക്ക് എല്ലാം തൻ്റെ കൺട്രോളിലാക്കാൻ തുടങ്ങിയത് കൊണ്ട് പല ഗ്രൂപ്പുകൾക്കും ഭയം തോന്നുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്നിച്ചില്ലെങ്കിൽ പിന്നീട് എല്ലാവരും അവൻ്റെ കീഴിലാകും എന്ന രീതിയിലാണ് അവർ മീറ്റിംഗ് തുടങ്ങുന്നത്. മീറ്റിങ്ങിൽ അവർ യോങ്ങിനോട് ഒരു പ്രപ്പോസൽ വെക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് മാൻ പവർ, ഇൻഫോർമേഷൻ, കണക്ഷൻ എന്നിവ നൽകാമെന്നും യോങ്ങിൻ്റെ ഇൻഫ്ലുവൻസും നെറ്റ്വർക്കും ഉപയോഗിച്ച് ബെയ്ക്കിനെ പ്രഷർ ചെയ്യാമെന്നും പറയുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം ട്രസ്റ്റ് ഇഷ്യൂ ആണ്. യോങ് ഉടൻ അവരുടെ സൈഡ് എടുക്കുന്നില്ല. കാരണം ഈ അണ്ടർഗ്രൗണ്ട് ലോകത്ത് എല്ലാവരും സ്വന്തം ലാഭത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവനറിയാം. അതിനാൽ അവർ പറയുന്ന ഓരോ കാര്യവും അവൻ ശ്രദ്ധിച്ച് കേൾക്കുകയും അവരുടെ ബോഡി ലാംഗ്വേജും ഇൻറ്റൻഷനും വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ശേഷം യൂട്ടെ പറഞ്ഞ പ്രകാരം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടറില്ലേ, അയാളൊരു മൃഗ ഡോക്ടറാണ്. അവിടേക്ക് ബെയ്ക്ക് എത്തും. അവനെ പിടിക്കാനായി പോലീസുകാരെല്ലാവരും അവിടെ വളഞ്ഞിട്ടുണ്ട്. അവിടേക്ക് കയറി ഷട്ടർ ഇടും. പെട്ടെന്ന് തന്നെ ഇവരെല്ലാം ആ ഷട്ടർ തുറന്ന് അകത്തേക്ക് കയറും. ആ ഡോക്ടറിനെ പിടിക്കും. ബെയ്ക്ക് ഒരു നൈഫുമായി നിൽക്കും. ആ പോലീസുകാരെ അവനത് വെച്ച് കുത്താൻ തുടങ്ങും. അവിടെയുള്ളവന്മാരെ കുത്തി പരിക്കേൽപ്പിക്കുകയും അടിച്ചൊതുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ ടേസർ ഗൺ ഉപയോഗിച്ച് അവനെ തളർത്തി വിലങ്ങിടും. അവിടേക്ക് യോങ് വന്ന് അവനെ കൊണ്ടുപോകുന്നു. അവനെ പിടിച്ചത് കാണുമ്പോൾ മൂണിന് ഭയങ്കര ത്രില്ലാവും. ആ വണ്ടിയിലായി യൂട്ടേനെ കാണുമ്പോഴാണ് ഇവൻ ചതിച്ചതാണെന്ന് ബെയ്ക്കിന് മനസ്സിലാവുന്നത്. അവിടേക്ക് ജാങ്ങും കാങ്ങും ഹാക്കറും അതുവഴി പോകുമ്പോൾ അവിടെ ബെയ്ക്കിനെ പിടിച്ചതായി അവർ കാണും. ജാങ് പെട്ടെന്ന് അവൻ്റെ വേറെ കുറേ ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കും, വലിയൊരു ക്യാഷ് ഓഫർ ചെയ്ത്. അതിൽ ആ കൊട്ടേഷൻ്റെ ഓഫർ ഡോങ് യുവിനും പോയിട്ടുണ്ടാവും. ഇയാളെ മനസ്സിലായോ? കഴിഞ്ഞ സീസണിൽ ചോയുടെ ആളായിരുന്നു. കിമ്മിനും വുജിനും വേണ്ടി ഗില്ലിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആളാണ്. ആ വെറ്റിനറി ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവനൊരു പന്തികേട് തോന്നും. ശേഷം ബെയ്ക്കിനെ കൊണ്ടുപോകുന്ന വഴി അവരുടെ നേർക്കൊരു ട്രക്ക് ഇടിക്കാനേ വരും. ഒരു വണ്ടി വെട്ടിക്കുമ്പോൾ മറ്റേ പിന്നിലുള്ള വണ്ടി ഇടിക്കും. മൂണിൻ്റെ വണ്ടി ഇടിക്കാതെ അവൻ തിരിക്കും. അങ്ങനെ വണ്ടി ഒരു ടണലിലേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം ആ കൊട്ടേഷൻ കിട്ടിയ ആൾക്കാരായിരിക്കും. അവരാ വണ്ടിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഗ്ലാസ്സൊക്കെ അടിച്ചു പൊളിക്കാൻ തുടങ്ങും. ആ നേരത്താണ് അവിടേക്ക് മൂൺ വരുന്നത്. അവൻ കാറും കൊണ്ട് രണ്ടെണ്ണത്തിനെ ഇടിച്ചു തെറിപ്പിക്കും. ബെയ്ക്ക് വാനിലിരുന്ന് അവരെ ചവിട്ടാനൊക്കെ തുടങ്ങും. യോങ് ബെയ്ക്കിനെ ഷോക്കടിപ്പിക്കും. യൂട്ടെ യോങ്ങിനോട് എൻ്റെ വിലങ്ങഴിക്ക്, ഞാനും കൂടെ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ അവൻ്റെ വിലങ്ങഴിക്കും. ബെയ്ക്കിനെ വാനിൽ കയറ്റാൻ നേരം ബൈക്കിൽ വേറെ രണ്ടെണ്ണം വരും. ഒരു ഓഫീസർ അത് ചോദിക്കാൻ നേരം പിന്നെ അവർ തമ്മിലാകും ഫൈറ്റ്. ആ ഫൈറ്റിൽ ആ ഓഫീസറെ കുത്തി കുത്തി പരിക്കേൽപ്പിക്കും. ഇത് കണ്ട യൂട്ടെ അയാളെ സഹായിക്കാനായി ചെല്ലും. അങ്ങനെ യൂട്ടെയെ സഹായിക്കാൻ യോങ് മൂണിനോട് പറയും. അതിനിടയിൽ ശ്രദ്ധ മാറിയ യോങ്ങിനെ ബെയ്ക്ക് അടിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ചവിട്ടി ചവിട്ടി അവൻ്റെ ബോധം കളയും. എന്നിട്ട് അവൻ്റെ ആളോട് യോങ്ങിൻ്റെ പോക്കറ്റിൽ നിന്ന് കീ എടുപ്പിച്ച് ആ വിലങ്ങഴിക്കും. ഇപ്പോൾ അവൻ്റെ ദേഷ്യം മൊത്തം യൂട്ടേനോടാണ്. അവൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട മൂൺ ബെയ്ക്കിനെ തടയാൻ നോക്കും. പക്ഷെ നല്ല പാടായിരിക്കും. മൂണിനെ അടിച്ച് ഒരു വിധമാക്കും. ഇത് യൂട്ടെ കാണുന്നു. പക്ഷെ മറ്റവൻ്റെ ഒപ്പമുള്ള ഫൈറ്റ് തീർന്നിട്ടില്ല. അടി കൊണ്ട മൂണിൻ്റെ തലയിൽ നിന്ന് ഒരുപാട് ചോര വരാൻ തുടങ്ങും.
ശേഷം യൂട്ടേൻ്റെ കൂടെ ഫൈറ്റ് തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് യൂട്ടേക്കും അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവനോട് സത്യമായിട്ടും ഞാൻ നിന്റെ മോളെ കൊല്ലുമെന്ന് പറയും. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് തുപ്പി ചവിട്ടി അവൻ്റെ കഴുത്തൊടിക്കുന്നു. ശേഷം ബേക്ക് ജാങ്ങിനെ വിളിച്ച് കിമ്മിൻ്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറയും. ശേഷം കാങ്ങും അവൻ്റെ ആൾക്കാരും ഹോട്ടലിലേക്ക് ചെല്ലും. ജാങ് അവിടുത്തെ സിഗ്നലൊക്കെ ജാം ആക്കും. ഇത് ടേയോങ് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവർ വരുന്നത് കണ്ട സെക്യൂരിറ്റീസ് ഒരു ഫൈറ്റിനായി തയ്യാറാവും. അതിലെ മെയിൻ സെക്യൂരിറ്റി ചെന്ന് ഈ വിവരം അവരെ അറിയിക്കും. ശേഷം അവന്മാർ ആ സെക്യൂരിറ്റീസിനെ അടിക്കാനും കത്തിക്കൊണ്ട് കുത്താനൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു സെക്യൂരിറ്റി കുത്താൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വുജിൻ വന്ന് അടിക്കുന്നത്. അവനെ കാണുമ്പോൾ തന്നെ കാങ്ങിന് ദേഷ്യം വരും. വുജിൻ അടിച്ച് അവൻ്റെ ചോര തെറിപ്പിക്കും. അതിലൊരു തടിയനുണ്ട്, അവനെ മെരിക്കാനാണ് പാട്. വുജിനും ആ സെക്യൂരിറ്റിയും ചേർന്ന് അവനെ അടിച്ചിടും. എന്നിട്ട് കാങ്ങും വുജിനും തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. കാങ് ഇപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്, മുട്ടി നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ്റെ മോന്തക്ക് അടിക്കുമ്പോൾ വുജിൻ്റെ കൈയായിരിക്കും വേദനിക്കുന്നത്. അങ്ങനെ വുജിനെ അടിച്ച് കൊല്ലാറാക്കുമ്പോൾ കിമ്മിൻ്റെ അമ്മ അവിടേക്ക് വന്ന് ഇനി അവനെ അടിക്കരുത് പ്ലീസ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയും. അങ്ങനെ കാങ് അത് നിർത്തും. വുജിനോട് എനിക്കിപ്പോൾ പോയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. അങ്ങനെ അവർ അവരുടെ കൂടെ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.